ഹരേ കൃഷ്ണ. അമ്പലപ്പുഴയിലെ തെടപ്പള്ളിയിൽ നിന്ന് വാസുദേവോ എന്ന പഞ്ചാരവിളി കേട്ടതും കുലുങ്ങി കുലുങ്ങി ഓടി വരികയാണ് നമ്മുടെ കണ്ണൻ. ശ്രീരകത്തിൻ്റെ ചന്ദനഗന്ധത്തിനിടയിൽ കണ്ണനെ അരികിൽ കിട്ടിയപ്പോൾ തിരുമേനി പതിയെ ചോദിച്ചു, എന്തേ കണ്ണ എന്നൊരു അമാന്തം? വഴിയിൽ ആനക്കുട്ടികളോട് വല്ലതും കളിച്ചു നിന്നോ നീ? തിരുമേനിയുടെ ചോദ്യം കേട്ടതും ഒരല്പം പരിഭവഭാവത്തിൽ കണ്ണൻ പറഞ്ഞു, അങ്ങ് ഗുരുവായൂർ ഏതൊക്കെയാ നാട്ടിൽ നിന്ന് എത്രയൊക്കെയാ ദൂരത്തു നിന്ന് എന്നെ കാണാൻ എൻ്റെ ഭക്തർ വരുന്നത്. അവരുടെ സന്തോഷവും ദുഃഖവും പരിഭവങ്ങളും ഒക്കെ കേൾക്കണം. അതിനിടയിൽ വെളിയിൽ കുറേ പേര് നാരായണീയവും ജ്ഞാനപ്പാനയും ഭഗവത്ഗീതയും ഒക്കെ പാരായണം ചെയ്യുന്നുണ്ടാവും. അവിടെയൊക്കെ പോയി അതെല്ലാം കേട്ട് ആസ്വദിക്കണം. അതുപോലെ അവിടെ കുറേ കുഞ്ഞു ഗോപന്മാർ മഞ്ചാടിക്കുരുവാരുന്നുണ്ടാകും. അവരുടെയൊക്കെ കൂടെ പോയി മഞ്ചാടിക്കുരുവാരി കളിക്കണ്ടേ. ഇങ്ങനെ എന്തെല്ലാം ജോലികളാണ് കണ്ണൻ അവിടെ. ഇതിനിടയിൽ എപ്പോഴാ തിരുമേനി കണ്ണന് ആനകളുടെ കൂടെ കളിക്കാൻ സമയമെന്ന് ഒരു കള്ളച്ചിരിയോടെ കണ്ണൻ തിരുമേനിയോട് പറഞ്ഞു. എന്നിട്ട് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ പഞ്ചാരപ്പാകം നോക്കിയിട്ട് തിരികെ വന്ന പോലെ കുലുങ്ങിയൊരോട്ടമാണ് നമ്മുടെ കണ്ണൻ ഗുരുവായൂർക്ക്.